ഒഡീഷയിലെ ബാലാസോർ ജില്ലയ്ക്ക് സമീപം നടന്ന ട്രെയിൻ ദുരന്തത്തിൽ നടുങ്ങിയിരിക്കുകയാണ് രാജ്യം. മണിക്കൂറുകൾ പിന്നിടുന്തോറും മരണസംഖ്യ കുതിക്കുകയാണ്. ഇപ്പോഴും പുറത്തെടുക്കാനാകാതെ കുടുങ്ങിക്കിടക്കുന്നവർ നിരവധിയുണ്ട്. ദുരന്തത്തിലേക്ക് കുതിച്ചു പാഞ്ഞ ആ തീവണ്ടി യാത്ര 238 പേർക്കാണ് അവസാന യാത്രയായത്. സ്വതന്ത്ര ഇന്ത്യ കണ്ട ട്രെയിൻ ദുരന്തങ്ങളിൽ ഏറ്റവും വ്യാപ്തിയേറിയ ഒന്നായാണ് ഇത് വിലയിരുത്തപ്പെടുന്നത്. ഇന്ത്യയുടെ റെയിൽവേ ചരിത്രത്തിൽ തന്നെ ഏറ്റവും ഭയാനകമായ സംഭവത്തിനാണ് കഴിഞ്ഞ രാത്രി സാക്ഷ്യം വഹിച്ചത്. രാജ്യത്തെ ഏറ്റവും അധികം ആളുകളുടെ ജീവനെടുത്ത ബീഹാറിലെ ട്രെയിൻ ദുരന്തമുണ്ടായിട്ട് ഈ ചൊവ്വാഴ്ച 42 വർഷമാവുകയാണ്. ബീഹാറിൽ പാലം കടക്കുന്നതിനിടെ ബാഗാൻമതി നദിയിൽ ട്രെയിൻ മറിഞ്ഞാണ് അന്ന് അപകടമുണ്ടായത്. 1981 ജൂൺ 6-നായിരുന്നു സംഭവം. 750 പേരുടെ ജീവനാണ് ആ ദുരന്തം കവർന്നത്. 300-ലധികം പേർക്ക് മരിക്കാനിടയുണ്ടായ മറ്റൊരു ട്രെയിൻ ദുരന്തമുണ്ടായത് സ്വാതന്ത്ര്യത്തിന്റെ 48-ാം വാർഷികം ആഘോഷിച്ചതിന് പിന്നാലെയായിരുന്നു. 1995 ഓഗസ്റ്റ് 20-ന് ഫിറോസാബാദിന് സമീപം നിർത്തിയിട്ടിരുന്ന കാളിന്തി എക്സ്പ്രസുമായി പുരുഷോത്തം എക്സ്പ്രസ് കൂട്ടിയിടിച്ചാണ് അപകടം സംഭവിച്ചത്. മരണസംഖ്യ കണക്കാക്കുമ്പോൾ ഇന്ത്യയുടെ ചരിത്രത്തിലെ 3ാമത്തെ ഏറ്റവും വലിയ ദുരന്തമാണ് ഒഡീഷയിൽ ഉണ്ടായിരിക്കുന്നത്. 1964 ഡിസംബർ 22-നാണ് രാജ്യം കണ്ട മറ്റൊരു ട്രെയിൻ ദുരന്തം ഉണ്ടാകുന്നത്. അന്നേ ദിവസം രാത്രി ഉണ്ടായ അതിശക്തമായ ചുഴലിക്കാറ്റ് പാമ്പൻ ദ്വീപിനെയും ധനുഷ്കോടിയെയും തകർത്തെറിഞ്ഞ് പാമ്പൻ പാലത്തിന് മുകളിലൂടെയാണ് തിരമാലകൾ ആഞ്ഞടിച്ചത്. ധനുഷ്കോടിയിലേക്ക് പോവുകയായിരുന്ന പാമ്പൻ ധനുഷ്കോടി പാസഞ്ചർ ചുഴലിക്കാറ്റിൽ പെടുകയും 115 യാത്രക്കാർ മരിക്കുകയും ചെയ്തു. ഈ അപകടത്തിൽ ആരും തന്നെ രക്ഷപ്പെട്ടില്ല. ധനുഷ്കോടി പട്ടണവും റോഡും തീവണ്ടിപ്പാളവും എല്ലാം പൂർണ്ണമായി നശിക്കുകയും ചെയ്തിരുന്നു. കേരളം സാക്ഷിയായ ഏറ്റവും വലിയ തീവണ്ടി ദുരന്തമാണ് പെരുമൺ ദുരന്തം. 3.5 പതിറ്റാണ്ട് മുൻപുണ്ടായ ട്രെയിൻ ദുരന്തത്തിൽ 100-ലധികം പേർക്കാണ് ജീവൻ നഷ്ടമായത്. 1988 ജൂലൈ 8-ന് കൊല്ലം ജില്ലയിലെ പെരിനാടിനടുത്തുള്ള പെരുമൺ പാലത്തിൽ നിന്നും ബാംഗ്ലൂർ കന്യാകുമാരി ഐലൻഡ് എക്സ്പ്രസ് പാളം തെറ്റി അഷ്ടമുടിക്കായലിലേക്ക് മറിയുകയായിരുന്നു. 3 പതിറ്റാണ്ട് മുൻപ് നടന്ന ആ ട്രെയിൻ അപകടത്തിൽ 105 പേർ മരിക്കുകയും 200-ലധികം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. ട്രെയിനിന്റെ എഞ്ചിൻ പെരുമൺ പാലം പിന്നിട്ട് നിമിഷങ്ങൾക്കകം 14 ബോഗികൾ അഷ്ടമുടിക്കായലിലേക്ക് മറിയുകയായിരുന്നു. അപകടം നടന്നത് ചുഴലിക്കാറ്റ് മൂലമാണെന്നാണ് ഔദ്യോഗിക വിശദീകരണമെങ്കിലും യഥാർത്ഥ കാരണം ഇന്നും അജ്ഞാതമാണ്. 1998 നവംബർ 26-ന് ജമ്മു താവി സിൽദ എക്സ്പ്രസ് പഞ്ചാബിലെ ഗന്നയിലെ ഫ്രോഡിയാർ ഗോൾഡൻ ടെമ്പിൾ മെയിലിന്റെ പാളം തെറ്റി 3 കോച്ചുകളുമായി കൂട്ടിയിടിച്ച് 212 പേരാണ് മരിച്ചത്. 1999 ഓഗസ്റ്റ് 2-ന് നോർത്ത് ഫ്രോണ്ടിയർ റെയിൽവേയുടെ കതിഹാർ ഡിവിഷനിലെ ഗൈസാൽ സ്റ്റേഷനിൽ ബ്രഹ്മപുത്ര മെയിൽ അവധ് അസം എക്സ്പ്രസിലേക്ക് ഇടിച്ചു കയറി 285-ലധികം പേർ മരണപ്പെടുകയും 300-ലധികം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. മരണപ്പെട്ടവരിൽ അധികവും BSF ഉദ്യോഗസ്ഥരും CRPF ഉദ്യോഗസ്ഥരുമായിരുന്നു. 1999 അസമിലും ട്രെയിൻ ദുരന്തമുണ്ടായി. 290 പേരാണ് ദുരന്തത്തിൽ മരിച്ചത്. കോഴിക്കോട് ജില്ലയിലെ കടലുണ്ടിയിൽ വെച്ച് മദ്രാസ് മെയിൽ പുഴയിലേക്ക് മറിഞ്ഞാണ് കടലുണ്ടി അപകടം ഉണ്ടാകുന്നത്. 2001 ജൂൺ 22-നുണ്ടായ ഈ അപകടത്തിൽ 52 പേർക്കാണ് ജീവൻ നഷ്ടമായത്. മംഗലാപുരം ചെന്നൈ എക്സ്പ്രസ് കടലുണ്ടി പുഴയുടെ മീതെ കടന്നു പോകുമ്പോൾ കടലുണ്ടി പാലം തകരുകയും 3 ബോഗികൾ പുഴയിലേക്ക് മറിയുകയുമായിരുന്നു. അപകടത്തിൽ 222 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. 2002 സെപ്റ്റംബർ 9-ന് ഹൗറ രാജധാനി എക്സ്പ്രസ് റാഫിഗഞ്ചിലെ ദവേ നദിയിലെ പാലത്തിന് മുകളിലൂടെ പാളം തെറ്റി 140-ലധികം പേർ മരണപ്പെട്ടു. സംഭവത്തിന് പിന്നിൽ ഭീകരാക്രമണമാണെന്ന ആരോപണങ്ങൾ അന്നുയർന്നിരുന്നു. 2010 മെയ് 28-ന് ജ്ഞാനേശ്വരി എക്സ്പ്രസ് ട്രെയിൻ പാളം തെറ്റി. മുംബൈയിലേക്കുള്ള ട്രെയിൻ ജാർഗ്രാമിന് സമീപത്ത് വെച്ചാണ് അപകടത്തിൽപ്പെട്ടത്. തുടർന്ന് എതിരെ വന്ന ഗുഡ്സ് ട്രെയിനിൽ ഇടിച്ച് 148 യാത്രക്കാരാണ് മരിച്ചത്. 2010-ൽ ബംഗാളിലും മരണം 100 കടന്ന തീവണ്ടി അപകടമുണ്ടായി.